പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോഷുവയുടെ പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ദാസനായ മോശയുടെ മരണത്തിന് ശേഷം അവൻ്റെ സേവകനും നൂനിൻ്റെ പുത്രനുമായ ജോഷുവയോട് കർത്താവ് അരുളി ചെയ്തു, എൻ്റെ ദാസൻ മോശ മരിച്ചു. നീയും ജനം മുഴുവനും ഉടനെ തയ്യാറായി ജോർദാൻ നദി കടന്ന് ഞാൻ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ദേശത്തേക്ക് പോവുക. മോശയോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ നിങ്ങൾ കാലുകുത്തുന്ന ദേശമെല്ലാം ഞാൻ നിങ്ങൾക്ക് തരും. തെക്കുവടക്ക് മരുഭൂമി മുതൽ ലെബനോൻ വരെയും കിഴക്കു പടിഞ്ഞാറ് യൂഫ്രട്ടീസ് മഹാനദിയും ഹിത്യരുടെ എല്ലാ ദേശങ്ങളുമടക്കം മഹാസമുദ്രം വരെയും നിങ്ങളുടേതായിരിക്കും. നിൻ്റെ ആയുഷ്കാലത്ത് ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയോടുകൂടെ എന്ന പോലെ നിന്നോടുകൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. എൻ്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. നിൻ്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, വളരെ അഭിഷേകമുള്ള ഒരു ദൈവവചന ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. ഇസ്രായേലിൻ്റെ നേതൃത്വത്തിൽ നിന്നും മോശ പിൻവാങ്ങിയതിന് ശേഷം കാനാൻ ദേശത്തേക്ക് ഇസ്രായേലിനെ നയിക്കുവാനായി ദൈവം തിരഞ്ഞെടുക്കുന്ന ജോഷുവയെ ബലപ്പെടുത്തുന്ന വചനഭാഗമാണ് നാം വായിച്ചു കേൾക്കുക. ഈ വചനത്തിൽ ഒളിഞ്ഞുകിടക്കുന്ന ഒരു ഉൾപ്പൊരുളിനെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുക. ജോഷുവയെ കർത്താവ് എപ്രകാരമാണ് ബലപ്പെടുത്തുന്നത്? അതല്ല എന്നുണ്ടെങ്കിൽ ബലഹീനനായ ജോഷുവയ്ക്ക് ശക്തി പകരുന്ന, ധൈര്യം പകരുന്ന ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിനെ കുറിച്ചാണ് വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. പ്രത്യേകിച്ച് ജോഷുവ 1-ാം അധ്യായത്തിലെ 6-ാമത്തെ വചനവും 9-ാമത്തെ വചനവും നമുക്കേറെ ഊർജം നൽകുന്നതാണ്. സ്നേഹമുള്ളവരെ, ആരെങ്കിലും ഈ ഭയചകിതരായി ഈ വചനം കേൾക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിലുള്ള ഭയം നിങ്ങളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പരീക്ഷയ്ക്കൊക്കെ ഒരുങ്ങുന്ന മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ശുശ്രൂഷകളൊന്ന് ആദ്യന്തം പങ്കെടുക്കണമെന്ന് സ്നേഹപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നേരത്തെ പറഞ്ഞ വചനം ജോഷുവ 1:6 1:9 ഇപ്രകാരമാണ്. കർത്താവ് പറയുകയാണ്, ഞാൻ മോശയോടു കൂടെ എന്ന പോലെ നിന്നോടു കൂടെയും ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. ശക്തനും ധീരനുമായിരിക്കുക. കർത്താവ് കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് 6-ാം വചനത്തിൽ നൽകുന്നു. ഇനി 9-ാം വചനത്തിലേക്ക് പോകുമ്പോഴോ, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്ന് നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നമ്മൾ ഇന്നൊരു യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ, ഇന്നൊരു പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ, ഇന്ന് ഏതെങ്കിലും ഒരു ഉദ്യമത്തിന് ഒരുങ്ങുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു വചനം നമ്മളെ ശക്തിപ്പെടുത്തട്ടെ. ഭയചകിതരായല്ല, സധൈര്യമാണ് നാം ജീവിതത്തിൻ്റെ ഓരോ ദിവസവും മുൻപോട്ട് പോകേണ്ടത്. സ്നേഹമുള്ളവരെ, ഭയം നല്ലതാണോ അല്ലയോ? ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ഉത്തരമാണ് നിങ്ങൾ പറയുക? ഭയം നല്ലതുമാണ്, എന്നാൽ ചില അവസരങ്ങളിൽ നല്ലതുമല്ല. എന്താണ് ഭയം നല്ലതാണെന്ന് പറയാൻ കാരണം? ഇപ്പോൾ നമുക്കറിയാം, ഒരു നായ, പാമ്പ്, വന്യജീവികൾ, ഇവയെക്കുറിച്ചുള്ളൊരു ഭയം നല്ലതല്ലേ? അതൊരു പോസിറ്റീവായിട്ട് നമ്മൾ ഈ അപകടങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്നും പാമ്പിൻ്റെ ദംശനത്തിൽ നിന്നും
തേളിൻ്റെ കടിയിൽ നിന്നുമൊക്കെ നമ്മൾ തന്നെ, അല്ലെങ്കിൽ നായ കടിയിൽ നിന്നൊക്കെ നമ്മൾ തന്നെ ഒരു സ്വയം സുരക്ഷിതരാകാൻ വേണ്ടി ജന്മനാ നമുക്കുള്ള ചില ഭയങ്ങളുണ്ട്. അത് ദൈവം നൽകുന്ന ഭയങ്ങളാണ്, അത് നല്ലതിനാണ് ചില ഭയങ്ങൾ. എന്നാൽ ചില ഭയങ്ങൾ ഒരിക്കലും നല്ലതല്ല. അതെന്താണ്? ചിലർക്ക് രാത്രി കിടന്നുറങ്ങാനായിട്ടുള്ള ഭയം, പല്ലിയെ ഭയം, പാറ്റയെ ഭയം, ഇനി തനിച്ചായിരിക്കുമ്പോഴൊരു ഭയം, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനുള്ള ഭയം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിലേക്ക് കയറി ചെല്ലാനുള്ള ഭയം. ഇങ്ങനെ ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൻ്റെ മുൻഗതിയെ ബാധിക്കുന്ന തരം ഭയമുണ്ട്. ഇവിടെയാണ് കർത്താവിൻ്റെ ഇടപെടൽ നമുക്ക് ആവശ്യമുള്ളത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് എല്ലാ കാലങ്ങളിലും പരീക്ഷയുണ്ട് മക്കൾക്ക്. നമ്മുടെ മക്കൾക്കും നമുക്കും തന്നെ ജീവിതം തന്നെ ഒരു പരീക്ഷയല്ലേ? ജീവിതം തന്നെ ഒരു പരീക്ഷയാണ്. പ്രത്യേകിച്ച് SSLC എക്സാം, +2 എക്സാം, അല്ലെങ്കിൽ ഓരോ ക്ലാസ് ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ഇൻ്റർവ്യൂകൾ, വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന ILT എക്സാം, ജർമ്മൻ ലാംഗ്വേജ് B1 B2 എക്സാമുകൾ, ഇങ്ങനെ ജീവിതത്തിൽ തന്നെ ഒരുപാട് പരീക്ഷകൾ. ഒരുപക്ഷെ പണ്ടത്തെ കുട്ടികൾ എഴുതുന്നതിനേക്കാൾ കൂടുതലായിട്ട് പരീക്ഷകളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും കടന്നു പോകുന്ന മക്കളും തലമുറയുമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്നവരെന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളവർക്കുള്ള ഒരു സദ്വാർത്ത ഇന്ന ദിവസം ഈശോ നൽകുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഈശോ ജോഷുവായിലൂടെ പറയുന്നത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. മോശയോട് കൂടെ ഉണ്ടായിരുന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. സ്നേഹമുള്ളവരെ, ഈ ഒരു ദൂതൊന്ന് മനസ്സിൽ ഒന്ന് കൊണ്ടുവരിക. ഞാൻ ഇന്ന് പരീക്ഷയ്ക്ക് പോകുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഏതൊരു ജോലിക്ക് പോകുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിലും, എൻ്റെ കൂടെ എൻ്റെ കമ്പാനിയനായി എൻ്റെ ഈശോ ഉണ്ട്. നിങ്ങളൊന്ന് മനസ്സിൽ ഉറപ്പിച്ചേ. ഡ്രൈവറാണ്, ഡ്രൈവിംഗ് സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരാളുണ്ട്, എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. പരീക്ഷാ ഹാളിൽ എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ കമ്പാനിയനല്ല, ബട്ട് എൻ്റെ അടുത്തിരിക്കുന്ന എൻ്റെ ഏറ്റവും നല്ല അദൃശ്യനായ ഒരു ചങ്ങാതി പോലെ ഈശോ എന്നോടൊപ്പം ഉണ്ട് പരീക്ഷാ ഹാളിൽ. എൻ്റെ ഓഫീസ് ഡെസ്കിൽ അവനുണ്ട്. ഞാൻ തൂമ്പപ്പണി എടുക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എന്നോടൊപ്പം ഈ തൂമ്പ പിടിക്കുവാനായി, എന്നോടൊപ്പം ഈ കഠിനാധ്വാനം ചെയ്യാനായിട്ട് എൻ്റെ തമ്പുരാൻ എന്നോടൊപ്പമുണ്ട്. ജീസസ് ഈസ് ഓൾവേസ് വിത്ത് യു. ഇത് നമ്മളൊന്ന് മനസ്സിൽ കോറിയിടണം. ഈ ഒരു ദൂതാണ് മത്തായിയുടെ സുവിശേഷം. നിങ്ങൾ എടുത്തു നോക്കിക്കേ. മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, എമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവന് വിളിക്കപ്പെടും. ഈ ഭൂമിയിലേക്ക് ഈശോ മിശിഹ ജന്മം കൊള്ളുമ്പോൾ കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് മത്തായിയുടെ സുവിശേഷം ആദ്യമേ തന്നെ നമുക്ക് നൽകുന്നത്. പിന്നീട് മത്തായിയുടെ സുവിശേഷം അവസാനിക്കുന്ന വചനമോ, മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം തിരുവചനം. അപ്പോഴും പറയുന്ന വചനം ഇതാണ്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഒരു പെർമനൻറ്റ് പ്രസൻസ് ഓഫ് ജീസസ് ഈസ് ഓൾവേസ് ഗ്യാരൻറ്റീഡ്. കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ ഒരു നിതാന്തമായ സാമീപ്യം വിശ്വാസിക്ക് വാഗ്ദാനം ചെയ്ത വ്യക്തിയാണ് കർത്താവ്. അവിടുന്ന് എപ്പോഴും കൂടി ഉണ്ടായിരിക്കും. മരണക്കിടക്കയിലോ രോഗക്കിടക്കയിലോ കിടക്കുന്നവരൊക്കെ നിങ്ങൾ സ്വയം പറയണം, എൻ്റെ കൂടെ ഈ കിടക്കയിൽ കർത്താവുണ്ട്. ഞാനിന്ന് ആശുപത്രിയിൽ പോകുമ്പോൾ, സ്കാനിങ്ങിന് വിധേയപ്പെടുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഈശോയുണ്ട്. ഞാൻ ഒരിക്കലും തനിച്ചല്ല. ഈ ഒരു ബലം, ഈ ഒരു ശക്തി നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മിൽ തന്നെ ഒരു കരുത്ത് സ്വമേധയാ ഞാൻ പോലും അറിയാതെ രൂപപ്പെടുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് കർത്താവ് പറയുന്ന വചനം ഇത് തന്നെയല്ലേ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവിൽ വിശ്വസിക്കുന്നവർ ഒരിക്കലും അനാഥരല്ല. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരുപാട് ദൈവത്തിൽ ആശ്രയിച്ച വ്യക്തിയാണ്. രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയാണ്. സിമ്പിളാണത്, ഗുഡ് നൈറ്റ് മൈ ലോഡ്. ഗുഡ് നൈറ്റ് മൈ ലോഡ് എന്താണ് അതിനർത്ഥം? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നുണ്ട്, ഈ പകൽ മുഴുവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്ന ഈശോയെ, ഗുഡ് നൈറ്റ്, ഞാൻ ഉറങ്ങാൻ പോവാണ്, നീ ഉണർന്നിരിക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ള ഒരു ലളിതമായ പ്രാർത്ഥനയാണത്. ഈ തരുണത്തിൽ സ്നേഹമുള്ളവരെ, ഈ പരീക്ഷാ പേടിയെക്കുറിച്ച്, പ്രത്യേകിച്ച് പരീക്ഷകളുടെ കാലഘട്ടമൊക്കെ എല്ലായ്പ്പോഴും ഉണ്ട് എന്ന് നേരത്തെ സൂചിപ്പിക്കേണ്ടായല്ലോ. അപ്പോൾ പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന മക്കൾക്ക് ഈ പരീക്ഷാ ഭീതി, അത് ഏതു തരം പരീക്ഷയാകട്ടെ, മാറാനുള്ള ഏതാനും ദൈവനിവേശികമായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്.
പരീക്ഷ വരുമ്പോൾ സ്വതവേ എല്ലാവർക്കും പേടിയുണ്ടാവും. എല്ലാവർക്കും ഉണ്ട് ഒരു ആദി. ശുഭകാര്യങ്ങൾ എന്തിനും നമ്മൾ മുൻപിട്ടിറങ്ങിക്കേ ഒരു പേടിയുണ്ടാകും. ഇപ്പം ഞാൻ ഈ ശാലോം ടി വിയിലൂടെ ഈ വചനം പങ്കുവയ്ക്കുമ്പോഴും ഇതിന് കയറുമ്പോഴും എന്നിലൊരു ആദിയുണ്ട്, പേടിയുണ്ട്. ആ പേടി നല്ലതിനാണ്. എന്തിനാണത്? നമ്മൾ ഒരു കാര്യം നല്ല രീതിയിൽ ഒരുങ്ങുവാനായിട്ടൊരു ഭയം വേണം. വിവാഹം കഴിക്കുന്നവർക്ക് ഒരു ഭയമുണ്ടാകും. ഏതെങ്കിലും പുതിയ ജോലിക്ക് ചെല്ലുമ്പോൾ ഒരു ഭയമുണ്ടാകും. ഈ ഭയം എന്ന് പറയുന്നത് നന്മയ്ക്കാണ്. ആ ഭയമാണ് നമ്മളെ നന്നായി ഒരുങ്ങുവാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ പരീക്ഷാ പേടിയുള്ളവർ ഓർക്കുക, ഒരു അല്പമൊക്കെ പേടി, ഭീതി ഉള്ളത് നല്ലതാണ്. പരീക്ഷാ പേടി ഇല്ലാത്തത് ആർക്കാണ്? ആർക്കെങ്കിലും പരീക്ഷയ്ക്ക് പേടിയില്ലാത്തതുണ്ടോ? ഉണ്ട്. ഏറ്റവും ഭൂലോക ഉഴപ്പന്മാർക്ക്. ചുമ്മാ കോളേജിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, ഇനി എനിക്ക് പഠിക്കേണ്ട യാതൊരു കാര്യമില്ല, ഏറ്റവും കൂടുതൽ അലസതയും ഉഴപ്പത്തരവും ശീലിച്ചവർക്ക് ഏത് വലിയ പരീക്ഷയും അവർക്ക് പേടിയില്ല. ഏത് വലിയ പരീക്ഷയെ അതിജീവിക്കാൻ അവർക്ക് പേടിയില്ല. എന്തെന്നാൽ അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യവുമില്ല. ജീവിതത്തിൽ ലക്ഷ്യമുണ്ടോ? ചെറിയ പേടി എല്ലാവർക്കും ഉണ്ടാകും. അത് ഒന്നാമത് മനസ്സിലാക്കാം. പരീക്ഷയാണോ? എല്ലാവർക്കുമുള്ളൊരു പേടി എനിക്കുമുണ്ട്. അത് നമ്മൾ സ്വയം മനസ്സിലാക്കണം. രണ്ട് കൂട്ടരെയാണ് യഥാർത്ഥത്തിൽ പരീക്ഷ പേടി ബാധിക്കുക എന്ന് പറയുന്നത്. ഒന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുന്നവരെ. എന്താണ് നന്നായിട്ട് പഠിക്കുന്നവർ? ബിക്കോസ് ഐ ഹാവ് ടു എക്സൽ ഇൻ മൈ എക്സാം. എൻ്റെ ഈ പരീക്ഷയിൽ എനിക്ക് ഏറ്റവും ടോപ്പിലെത്തണം, എനിക്ക് ഫുൾ A+ കിട്ടണം, അല്ലെങ്കിൽ A ഗ്രേഡ് ഏറ്റവും ടോപ്പിലെത്തണം. അതിനെത്താൻ കഴിയുമോ? ഞാൻ പഠിച്ച ചോദ്യങ്ങൾ എനിക്ക് വരുമോ എന്നുള്ള ഏറ്റവും നന്നായിട്ട് പഠിക്കുന്നവർക്കും ഒരു ആദി ഉണ്ടാവും. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് കുറച്ചേ പഠിച്ചിട്ടുള്ളൂ, എന്നാൽ കൂടുതൽ പ്രതീക്ഷയുണ്ട്. അതായത് ഒരു 10 ചോദ്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ 5 എണ്ണത്തിനുള്ള ഉത്തരവേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവർ ഒരു ലക്കിലൊക്കെ ആശ്രയിച്ചിരിക്കുന്നു. അവർക്കും പേടിയുണ്ടായിരിക്കും. എന്താണ്? ഞാൻ പഠിച്ചത് ഏകദേശം വരുമോ? കുറച്ച് പഠിച്ച് കൂടുതൽ പ്രതീക്ഷിക്കുന്നവർക്കും ഉണ്ടാകും പേടി. എന്തു തന്നെയായാലും ഈ ഒരു ഭീതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ ടൈപ്പ് ഓഫ് ആങ്സൈറ്റി, അത് നല്ലതാണ്. അത് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അതിനപ്പുറത്തേക്ക് അത് പോയാൽ അത് ഭീതിജനകവും ആകും. പരീക്ഷയ്ക്ക് ഒരുങ്ങുമ്പോൾ സ്നേഹമുള്ളവർ, ഈ പരീക്ഷാ പേടിയൊക്കെ മാറാനായിട്ട് പ്രത്യേകിച്ചൊരു 4 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. 4 കാര്യങ്ങൾ. ഒന്നാമതായിട്ട്, ജീവിതത്തിൽ അംബീഷ്യസ് ആയിരിക്കണം, ആഗ്രഹങ്ങളുണ്ടായിരിക്കണം. അതായത് ഞാൻ ഈ പരീക്ഷ എഴുതുന്നത് ഇന്ന് പാസ്സാവാൻ വേണ്ടിയിട്ടല്ല. ഐ എം റൈറ്റിംഗ് ദിസ് എക്സാം ഫോർ മൈ ലൈഫ്. ഈ 10ാം ക്ലാസ് പരീക്ഷയോ 8ാം ക്ലാസ് പരീക്ഷയോ അല്ലെങ്കിൽ MBBS എക്സാമോ നഴ്സിംഗ് എക്സാമോ ഇത് എൻ്റെ ജീവിതഗതിയെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. എൻ്റെ ജീവിതത്തിന് ഇത് അനിവാര്യമാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടാകണം. നമ്മളൊരു ഏതൊരു ടെസ്റ്റിന് പോയാലും, എൻട്രൻസ് ടെസ്റ്റ് ആവട്ടെ, അതല്ല എന്നുണ്ടെങ്കിൽ വിദേശത്ത് പോകാനുള്ളൊരു പരീക്ഷയാവട്ടെ, എന്ത് തന്നെയായാലും ഇത് എൻ്റെ ജീവിതത്തിന് അനിവാര്യമാണ്. അതുകൊണ്ട് ഞാനിത് വളരെ ഭംഗിയായിട്ട് അറ്റംപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഒരു അമിതമായ ആഗ്രഹം വേണം. അപ്പോൾ ഒരു തവണ തോറ്റാലും ഞാൻ ഇത് എഴുതിയെടുക്കുന്നത് വരെ പരാജയപ്പെടുകയില്ല എന്ന് മുൻകൂട്ടി തീരുമാനിക്കണം. ഇതെനിക്ക് ലഭിച്ചേ മതിയാകൂ. നമുക്കറിയാമല്ലോ, ചരിത്രത്തിൽ എത്രയോ പേര് തോറ്റ് വിജയിച്ചവരാണ്. നമ്മൾ ആലോചിച്ച് നോക്കണേ, ഒരു പരീക്ഷ എന്ന് പറയുന്നത് 9 മണി മുതൽ 10 മണി വരെ എഴുതുന്നതാണ് പരീക്ഷ എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും അതല്ല ജീവിതം. അത് നമ്മൾ മനസ്സിലാക്കണം. അത് മാത്രമല്ല ജീവിതം. ഒരുപക്ഷെ നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചു, കിട്ടിയില്ല, അടുത്തൊരു ചാൻസിൽ നോക്കാമെന്നേ. അപ്പോൾ ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. നല്ലൊരാഗ്രഹം. ചരിത്രത്തിൽ നമുക്കറിയാം, ടെൻസിങ് അറിയാം. നമുക്ക് എവറസ്റ്റ് കൊടുമുടി കീഴ്പ്പെടുത്തിയ അല്ലെങ്കിൽ വ്യക്തി എന്ന് നമ്മൾ ഇന്ന് ആരാധനയോടെ കാണുന്നുണ്ട്. സ്നേഹമുള്ളവർ, ഈ വ്യക്തിയുടെ ജീവിതം നമ്മൾ പരിശോധിക്കുമ്പോൾ മൗണ്ട് എവറസ്റ്റിന് താഴെ നിന്ന് ഇയാൾ എന്നും പറയും, ഒരു നാൾ ഞാൻ നിന്നെ കീഴടക്കും. അല്ലയോ മൗണ്ട് എവറസ്റ്റ്, നീ വളരുന്നില്ല. എവറസ്റ്റ് കൊടുമുടിയെ നീ വളരുന്നില്ല, പക്ഷെ ഞാൻ വളരുന്നു. ഞാൻ വളർന്നു വന്ന് നിന്നെ ഒരു നാൾ കീഴടക്കും. 18 വർഷം ഇയാൾ പരിശ്രമിച്ചെന്ന് പറയണേ. 1935 മുതൽ 1953 വരെ 18 വർഷം ഇദ്ദേഹം പരിശ്രമിച്ചു. 1952 ഏകദേശം 300 അടി താഴെ വരെ എത്തി. അപ്പോഴേക്കും പിന്നെ മഞ്ഞൊക്കെ വീണ് തെന്നി, പിന്നെ അദ്ദേഹത്തിന് കയറാൻ പറ്റാതെയായി.
അന്ന് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വർഷം തിരിച്ചു പോകുന്നു. ഞാൻ തിരിച്ചു പോകുന്നത് എന്തിനാണെന്നറിയുമോ? അടുത്ത വർഷം വരാനായിട്ടാണ്. അങ്ങനെയാണ് 1953 മെയ് 29 അവൻ പറഞ്ഞതുപോലെ ഈ കൊടുമുടിയെ കീഴടക്കി. അതൊരാഗ്രഹമാണ്. തോൽവി എന്ന് പറയുന്നത് വിജയത്തിലേക്കുള്ള മുന്നോടിയാണ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് തോറ്റവർ അത് മനസ്സിൽ വീണ്ടും വീണ്ടും പറയണം, യെസ്, ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ജീവിതം, ഐ വിൽ ട്രൈ അഗെയിൻ. അങ്ങനെ ഒരു ആത്മബലം തയ്യാറാക്കണം. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ്, ദ ഗ്രേറ്റ് മാർട്ടിൻ ലൂതർ കിങ്, അദ്ദേഹം പറയുന്നൊരു വാക്കുണ്ട്. പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾക്ക് പറക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഓടുവാൻ കഴിയുന്നില്ലെങ്കിൽ നടക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ ഇഴയുക. എന്തു തന്നെയായാലും നിങ്ങൾ മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കണം. എത്ര ആത്മധൈര്യം നൽകുന്ന വാക്കുകളാണത്. ജീവിതം മുൻപോട്ട് പോകണം, ഒന്നിനും നമ്മളെ തളർത്താൻ കഴിയരുത്. ഈ ഒരു ബോധ്യം നമുക്ക് ഉണ്ടാകട്ടെ. രണ്ടാമത്തെ കാര്യം പരീക്ഷയ്ക്ക് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയുള്ളതാണ് പ്ലാനിങ്. ഒരു ആസൂത്രണം ഉണ്ടാകണം. വളരെ മനോഹരമായി ഈശോ അതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ലൂക്കായുടെ സുവിശേഷം 14-ാം അധ്യായം 31 മുതലുള്ള തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, 20,000 ഭടന്മാരോടുകൂടെ തനിക്കെതിരെ വരുന്നവനെ 10,000 കൊണ്ട് നേരിടാൻ സാധിക്കുമോ എന്ന് ആലോചിക്കാത്ത ഏത് രാജാവാണുള്ളത്? എന്താണ് അതിനെക്കുറിച്ച് പറയണേ? ഒരു യുദ്ധത്തിന് പോകുന്ന പോലെ ഒരു രാജാവ് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു മുൻകൂട്ടി ഒരു പരീക്ഷയെ എതിരിടാൻ പോകുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ചോദ്യങ്ങൾ എന്താണ്? നമ്മൾ എന്തിനെയാണ് എതിരിടാൻ പോകുന്നത്? ഇതൊരു പ്രീ പ്ലാനിങ് വേണം. ഈ പദ്ധതി അനുസരിച്ച് വേണം നമ്മൾ ഒരുങ്ങാനായിട്ട്. മനോഹരമായാണ് ഈശോ പറയുന്നത്. ഒരു ജീവിതത്തിൽ എങ്ങനെയാണ് ശിഷ്യത്വത്തെക്കുറിച്ച് പറയുന്ന ഭാഗമാണത്. എൻ്റെ ശിഷ്യനാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം തയ്യാറെടുപ്പ് വേണം എന്നാണ് ഈശോ പറയുന്നത്. അപ്പോൾ അതുപോലെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന സമയത്ത് നമുക്ക് നല്ല പ്രിപ്പറേഷൻ, ഒരു പ്ലാനിങ് വേണം. ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നത്, സപ്പോസ് മിക്കവാറും എല്ലാവരും എല്ലാ ദിവസവും എടുക്കുന്നത് അന്നു തന്നെ പഠിക്കുന്നവർ വളരെ വിരളമേ ഉള്ളൂ. ഇനി അങ്ങനെ പഠിക്കുന്നവർക്ക് പരീക്ഷ അവസാനം വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ പരീക്ഷയ്ക്കുള്ള ദിവസങ്ങൾ പ്രഖ്യാപിച്ചതിന് ശേഷം, അല്ലെങ്കിൽ എക്സാം ഹോളിഡേയ്സ്, പ്രിപ്പറേറ്ററി ഹോളിഡേയ്സ്, അത് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് പലരും പുസ്തകങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതുമൊക്കെ. ഓക്കെ, നമുക്കിപ്പോൾ 1 മാസം ഹോളിഡേയ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇത് പ്ലാൻ ചെയ്യണം. ഓക്കെ, എനിക്ക് 30 ദിവസമേ ഉള്ളൂ പരീക്ഷയ്ക്ക് ഒരുങ്ങാനായിട്ട്. ഈ 30 ദിവസം 10 സബ്ജക്റ്റുകളാണ് എനിക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത്. ഈ 10 സബ്ജക്റ്റുകൾക്ക് ഞാൻ എത്ര ദിവസം ഞാൻ കണക്കാക്കണം? ഒന്നാമത്തെ പ്ലാനിങ് അതാണ്. അതിലേറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയം ഏറ്റവും നന്നായിട്ട് തന്നെ ഒന്ന് കൈകാര്യം ചെയ്യുക. അതിന് ഇത്ര സമയം, ഒരു ദിവസത്തിൽ ഇത്ര സമയം, ഒരു ടൈം ടേബിൾ ദിവസത്തിന് തയ്യാറാക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഇത്ര മണിക്ക് എഴുന്നേൽക്കും, ഇത്ര സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും, ഇത്ര സമയം ഞാൻ ഭക്ഷിക്കും, ഇത്ര സമയം ഞാൻ വ്യായാമം ചെയ്യും, ഇത്ര സമയം ഞാൻ പഠിക്കും. ഇത് പഠിച്ച് റിവൈസ് ചെയ്യുക. ഏറ്റവും പ്രാധാന്യമുള്ളതാണ് റിവിഷൻ എന്ന് പറയുന്നത്. ഒരു ചോദ്യത്തിന് ഉത്തരം പഠിച്ചു, ദെൻ നെക്സ്റ്റ് ടൈം, എൻ്റെ പ്രൊഫസറൊക്കെ പറഞ്ഞിട്ടുള്ളതാണത്, നമ്മളൊരു ചോദ്യത്തിന് ഉത്തരം പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു ചോദ്യത്തിന് ഉത്തരം പഠിച്ചു കഴിയുമ്പോൾ ആദ്യം പഠിച്ചത് റിവൈസ് ചെയ്യുക, രണ്ടാമത്തെ റിവൈസ് ചെയ്യുക, ദെൻ മൂന്നാമത്തെ ചോദ്യം പഠിച്ചു കഴിയുമ്പോൾ 1, 2, 3 റിവൈസ് ചെയ്യുക. പിന്നെ റിവിഷൻ അത് ഈസി ആയിട്ട് വരും. അങ്ങനെ റീകോൾ ആൻഡ് സ്റ്റഡി ആൻഡ് റീകോൾ, ഈ ഒരു പ്രക്രിയ നമുക്കുണ്ടായിരിക്കണം എന്ന് പറയണേ. അതുപോലെ തന്നെയാണ് ആവശ്യത്തിനുള്ള വിശ്രമവും വേണം. പരീക്ഷാ കാലഘട്ടത്തിൽ ചിലർക്ക് പഠിക്കാൻ രാത്രിയാണ് സുഖം, ചിലർക്ക് രാവിലെയാണ് സുഖം. ഏറ്റവും ബെസ്റ്റ് സമയം നമ്മുടെ വ്യക്തിപരമായ അനുഭവത്തിൽ പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്നതാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ പലർക്കും അത് സാധ്യമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഒരു സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് ടൈം ടേബിൾ ഉണ്ടാക്കുക. ഇതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അമിതമായ ഭക്ഷണം. പരീക്ഷാ കാലഘട്ടങ്ങളിൽ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുക അമിതമായ ഭക്ഷണം. ഏറ്റവും ബെസ്റ്റ് ഫുഡ് എന്ന് ഡോക്ടർമാരൊക്കെ പറയുന്നത് വെജിറ്റേറ്റീവ് ഫുഡാണ്. ഓയിലി ഫുഡോ അല്ലെങ്കിൽ മീറ്റ് ഐറ്റംസൊക്കെ ഒഴിവാക്കുക. അപ്പോൾ ശരീരം കുറച്ചുകൂടി ലഘുവായിരിക്കും. ധാരാളം വെള്ളം കുടിക്കുക. ശരീരത്തിലെ ടോക്സിൻസൊക്കെ പുറത്തു പോകാനായിട്ട്, ടെൻഷനൊക്കെ റിലീസ് ചെയ്യാനായിട്ട് ഈ ജലം കുടിക്കുന്നത് മേശമേൽ തന്നെ വെക്കുക. വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ തയ്യാറാകണം. പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ടോ 1.5 മണിക്കൂർ ഇടവിട്ടോ ഒരു വ്യായാമം. പിന്നെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് മൊബൈൽ ഫോണോ മറ്റ് സ്ക്രീൻ അഡിക്ഷനോ ഇല്ലാതിരിക്കുക. അപ്പോൾ കണ്ണിൻ്റെ തന്നെ നമ്മളുടെ ആ നോട്ടവും നമ്മുടെ തലച്ചോറ് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുക.
യുണീക്ക് എന്നുള്ളൊരു വാക്ക് എവിടെയോ വായിച്ചു തോർക്കുന്നു. പരീക്ഷാ പ്രിപ്പറേഷന് വേണ്ടി ഈ സമയം ക്രമീകരിക്കാനൊക്കെ ഉപയോഗിക്കുന്നു. UNIQUE, യുണീക്ക്. ഒന്നാമത് യൂസ് യുവർ ഹെഡ്. എന്താണ് പറയണത്? യൂസ് യുവർ ഹെഡ് ആൻഡ് ടെൽ ദാറ്റ് ഐ വിൽ പാസ്. പരീക്ഷയ്ക്ക് ഇരിക്കുന്നതിന് മുമ്പ് പറയുക, ഞാൻ ഈ പരീക്ഷയ്ക്ക് ഞാൻ പഠിച്ച് ജയിക്കും. പഠിക്കാനിരിക്കുമ്പോഴേ തന്നെ പറയാം. ഒന്ന് പ്രാർത്ഥിക്കുക, തുടക്കം തന്നെ പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഒന്ന് പ്രാർത്ഥിക്കുക, ഞാൻ ഈ പരീക്ഷയ്ക്ക് പഠിച്ച് ജയിക്കും. യൂസ് യുവർ ഹെഡ് ആൻഡ് ടെൽ യുവർ സെൽഫ്. നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ജയിക്കും. രണ്ടാമത്തെ അക്ഷരം N, നോട്ട് എഴുതുക. ഫുൾ ടെക്സ്റ്റ് അല്ല, ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ വിദ്യാർത്ഥികൾ പരിശീലിച്ചു വരുന്ന രീതിയാണ്. ചെറിയ ചെറിയ നോട്ടുകൾ എഴുതുക. ഇനി ഇൻ്റർവെൽ. 1 മണിക്കൂർ കഴിഞ്ഞോ ഒന്ന് ക്ഷീണമാണോ, ഉറക്കം വരുന്നോ, എഴുന്നേൽക്കുക, വെള്ളം കുടിക്കുക, ഒരു 5 മിനിറ്റ് നടക്കുക, ചുമ്മാ പ്രകൃതിയെ നോക്കി നിൽക്കുക, കണ്ണിനിങ്ങനെ തുറന്ന് മടച്ചൊക്കെ എക്സസൈസ് ചെയ്യുക. അങ്ങനെ റെഗുലർ ഇൻ്റർവെല്ലുകൾ എടുക്കുക, ഇടവേളകൾ എടുക്കുക. ക്യൂ എന്നുള്ള യുണീക്കിൽ ക്യൂ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക. ബിക്കോസ് ദ സ്ട്രക്ചർ വിൽ ബി ഓൾമോസ്റ്റ് ദ സെയിം. ഒരുപോലത്തെ സ്ട്രക്ചറായിരിക്കും വരുന്നത്. ചോദ്യങ്ങളുടെ ഘടനയിൽ മാറ്റം വന്നാലും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരും. അപ്പോൾ ഒരു 10 വർഷത്തെയോ 5 വർഷത്തെയോ ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്താൽ തന്നെ നമുക്ക് നമ്മുടെ മൈൻഡ് കുറച്ചും കൂടെ ഫ്രഷ് ആവും. ഏത് ചോദ്യങ്ങളെയും അതിജീവിക്കുവാനുള്ള ആ മനോധൈര്യവും കരുത്തും നമുക്ക് വരുമെന്നാണ് പറയണത്. ഇനി അണ്ടർസ്റ്റാൻഡ്. ചുമ്മാ ബൈ ഹാർട്ട് പഠിക്കാതെ മനസ്സിലാക്കി പഠിക്കുക. ഞാനൊരു സംഗതി വായിച്ചു, am I understanding it? എനിക്കിത് മനസ്സിലാകുന്നുണ്ടോ ഇല്ലയോ? ഇത് മനസ്സിലാക്കി പഠിക്കുമ്പോഴേ മനസ്സിലിരിക്കത്തുള്ളൂ. ബൈ ഹാർട്ട് ചെയ്താലോ എന്താണ് കണക്ഷൻ എന്നറിയില്ല. മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്ത് മറന്നുപോയാലും ഈ മനസ്സിലായത് എഴുതാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഒരു ചോദ്യം ഉത്തരം, അത് ഏത് സബ്ജക്റ്റ് ആവട്ടെ, അത് മനസ്സിലാക്കുക. കണക്കാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോർമുലകളൊക്കെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണം. ഇനി അവസാനമായിട്ട് പറയുന്നത് എക്സർസൈസ്, വ്യായാമം വേണം. പരീക്ഷാ സമയത്ത് നടക്കുവാനോ അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യാനായിട്ട് സാധിക്കണം. ഇനി മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഘടകം പ്രാർത്ഥന. ദൈവാനുഗ്രഹം എനിക്ക് വേണമെന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കണം. സുഭാഷിതങ്ങൾ പുസ്തകം 3-ാം അധ്യായം 5-ഉം 7-ഉം വചനങ്ങൾ പറയുന്നത് പ്രകാരമാണ്: സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്, നിൻ്റെ എല്ലാ പ്രവൃത്തിയും ദൈവവിചാരത്തോടെ ആയിരിക്കട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിയിച്ചു തരും, ജ്ഞാനി എന്ന് സ്വയം ഭാവിക്കരുത്. പരീക്ഷയ്ക്ക് പഠിക്കാനായിട്ടിരിക്കുമ്പോൾ മേശമേൽ തന്നെ ഒരു ക്രൂശിത രൂപമോ മാതാവിൻ്റെ രൂപമോ ഒക്കെ വയ്ക്കുക. പ്രാർത്ഥിച്ച് തുടങ്ങുക. നമുക്കറിയാമല്ലോ, നമ്മൾ എത്രമാത്രം പഠിച്ചാലും നമ്മൾക്കറിയാം, ഈ ഒരു ഇലക്ട്രിസിറ്റി നമ്മുടെ വീടുകളൊക്കെ നിർമ്മിക്കുമ്പോൾ വയറിങ്ങൊക്കെ കഴിഞ്ഞു, ഇലക്ട്രിസിറ്റി വർക്കൊക്കെ കംപ്ലീറ്റഡായി, പക്ഷേ കറണ്ട് ഇല്ലെങ്കിലോ? അപ്പോൾ നമ്മളെല്ലാം പഠിച്ചു. ഈ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോഴും പഠിച്ചു കഴിയുമ്പോഴും ദൈവത്തോട് പറയുക. പഠിക്കാനിരിക്കുമ്പോൾ കർത്താവേ, എൻ്റെ പരിശുദ്ധാത്മാവേ, എൻ്റെ ബുദ്ധിയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും ഒരു സുഹൃതജപം ചൊല്ലുക. ഏതെങ്കിലും ഒരു വചനം ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ ചിന്തയുടെ അവസാനം 3-4 വചനങ്ങൾ പഠിപ്പിച്ച് തരാം, അത് ചൊല്ലി പ്രാർത്ഥിക്കുക. പഠിച്ചു കഴിയുമ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക. എക്സാം ഹോളിലിരിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതിന് മുൻപായിട്ട് ആ ഒരു ഫ്രീ ടൈമുണ്ട്. പരീക്ഷാ ഹാളിൽ 1 മിനിറ്റോ 2 മിനിറ്റോ ഒരു ഫ്രീ ടൈം, അതിന് ഒന്ന് ദീർഘനിശ്വാസം എടുത്തൊന്ന് പ്രാർത്ഥിക്കുക. ആ സമയത്ത് പരിശുദ്ധാത്മാവിന് സ്വയം സമർപ്പിക്കുക. ഏതെങ്കിലും ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന അതിൽ 1-2 വചനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഒരു നന്മ നിറഞ്ഞ മറിയ ജപം ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് പരിശ്രമിക്കുക. ഡിപ്പെൻഡൻസി ഓൺ ഗോഡ്. ഇനി അവസാനം ചെയ്യേണ്ടത് ഇപ്രകാരമാണ്: പരീക്ഷയ്ക്ക് മുൻപും ശേഷവും പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുക. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക, ജപമാലയൊക്കെ ചൊല്ലുക. പ്രയർ ഈസ് പവർ, അത് മനസ്സിലാക്കുക. ഏതാനും ദൈവവചനം 1 കൊരിന്തോസ് 15:57 കുറിച്ചെടുത്തോളൂ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി. ഫിലിപ്പി 4:13 എന്നെ ശക്തനാക്കുന്നതിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിയും. സഫാനിയ 3:17 വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്, നിന്നെക്കുറിച്ച് അവിടുന്ന് അതിയായ ആഹ്ലാദിക്കും, തൻ്റെ സ്നേഹത്തിൽ അവിടുന്ന് നിന്നെ പുനഃസ്ഥാപിക്കും. ലൂക്ക 1:37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, കരങ്ങൾ കൂപ്പി മിഴികളടയ്ക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളിലുള്ള ഭയത്തെ
കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ, ഇവയെല്ലാം ഈശോയെ നിനക്ക് സമർപ്പിക്കുന്നു. വിജയം നൽകുന്ന യോദ്ധാവേ, നീ ഞങ്ങളുടെ മധ്യേയുണ്ട് എന്നും നീ ഞങ്ങളെ ഒരു നാളും കൈവിടില്ല എന്നുമുള്ള ദൃഢമായ വിശ്വാസം ഈ വചനം കേട്ട എല്ലാവർക്കും നീ പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മയെ, മാതാവേ, ഈശോയെ ഉദരത്തിൽ പേറിയവളെ, കരങ്ങളിൽ പേറിയവളെ, തൊഴുത്തു മുതൽ കാൽവരി വരെ ഒപ്പമുണ്ടായിരുന്നവളെ, വിശുദ്ധ ഔസേപ്പിതാവെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.